ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ബാർസ് വരട്ടിയതാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 1/2 കിലോ ചിക്കൻ ബാർസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടിയിൽ ചിക്കൻ ബാർസും അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചിക്കൻ ബാർസിന് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് തന്നെ ഒരു 1/2 മണിക്കൂറോളെങ്കിലും വേണ്ടി വരും ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതൊരു ഹാഫ് വേവ് ആവുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ചതച്ച് വെച്ച മിക്സ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയാണ്. ഇപ്പോൾ ഇവിടെ ചിക്കൻ ബാർസ് ഒരു പകുതിയേ വെന്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ആയാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് തുറന്നു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. ആ സമയം കൊണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു ഗ്രേവിയായി കിട്ടും. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബാർസ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.